എൻ്റെ ഇന്നത്തെ വീഡിയോ റബ്ബർ വെട്ടി ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റബ്ബർ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ റബ്ബർ വെട്ടി പാലൊക്കെ എടുത്തു. എങ്ങനെയാണ് റബ്ബർ വെട്ടിയെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നല്ല കൊഴുപ്പുള്ള പാല്, നല്ല മഞ്ഞ കളറിലിരിക്കുന്നുണ്ട് പാല്. അപ്പം നമ്മളിത് 1-2 വർഷമായിട്ട് വെട്ടാണ്ട് നിന്ന ഒരു റബ്ബറാണ് നമ്മൾ നിലവിൽ വെട്ടിയിരിക്കുന്നത്. കുറച്ച് റബ്ബറുകളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ടുള്ള വെട്ടുന്നതുകൊണ്ട് പാലിന് നല്ല കൊഴുപ്പുണ്ട്. അത് നല്ല മഞ്ഞ കളറിലാണ് വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മളിത് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചില മരത്തിനൊക്കെ നമ്മൾ ഡബിൾ പട്ട ഇടുന്നുണ്ട്, ചിലന് സിംഗിൾ പട്ട ഇടുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പട്ടകളാണ് പട്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കുകളാണ് ഇട്ട് നമ്മൾ ഈ റബ്ബർ വെട്ടിയെടുക്കുക. അപ്പോൾ പാലൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് എടുത്തുകൊണ്ട് ഞാൻ കാണിക്കാൻ പറ്റിയില്ല. അത് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ അരിച്ചതിന് ശേഷം നമ്മളിത് ആസിഡ് ചേർത്ത് നമ്മൾ ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഭയങ്കര ഫോർമിക് ആസിഡാണ് ഇത് വാങ്ങി. ഇത് നമ്മളൊരു 100 ഇരട്ടിയോളം വെള്ളം ചേർത്തതിന് ശേഷമാണ് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ നേർപ്പിച്ചതിന് ശേഷമാണ് ഈ ആസിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മഞ്ഞ കളർ, അതായത് ഷീറ്റ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് നല്ല മഞ്ഞ കളർ വരും. അപ്പോൾ റബ്ബർ ഷീറ്റിന് ഒരു ഗ്ലാമർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ച് നോക്കിയറിയാം, ചെറിയൊരു മഞ്ഞ കളറുണ്ട്. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് മറുവശമൊക്കെ നല്ല തെളിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും, പിന്നീട് ഈ മഞ്ഞ കളറുള്ള ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ പൂപ്പൽ പിടിക്കാണ്ടിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ ആസിഡ് പ്രയോജനം ചെയ്യുന്നുള്ളതാണ് പ്രത്യേകത. നല്ല കളറും കിട്ടും, പൂപ്പലും പിടിക്കത്തില്ല. അപ്പോൾ കുറേ നാളൊക്കെ നമുക്ക് പുകപ്പരയിലും മറ്റുമൊക്കെ അട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കത്തില്ല. അപ്പോൾ നമ്മളിത് അരിച്ചൊക്കെ എടുത്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു അളവിൽ നമ്മൾ ഏകദേശം ഒരു 800 ഗ്രാം 600 ഗ്രാം കിട്ടത്തക്ക രീതിയിലുള്ള അളവിലാണ് നമ്മളിത് പാലുകൾ നമ്മൾ ഇളക്കിയെടുത്ത് നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കുന്നത്, ഈ റബ്ബറിൻ്റെ ഷീറ്റ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് നിറച്ച് വെക്കുന്നില്ല. പിന്നെ അടിക്കാനും നമുക്ക് എടുത്തുണങ്ങാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ അളവ്. നമ്മൾ ഡിഷ് നോക്കുമ്പോഴത്തേക്ക് ഡിഷ് നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഡിഷിനൊരു 1/2 ഡിഷ് പാല് മാത്രമാണ് നമ്മൾ എങ്കിലേ നമുക്ക് റബ്ബർ മെഷീനിൽ വെച്ച് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ പൊക്കിയെടുക്കുക, അതിൽ നിന്ന് പറിച്ചെടുക്കാവുന്നതാണത്. അപ്പോൾ വെള്ളം അധികം ചേർക്കാത്തതുകൊണ്ട് ജലാംശം അതിനകത്തുണ്ട്. അത് നമ്മളിപ്പം മെഷീനിൽ കയറ്റി പ്രസ് ചെയ്യുന്ന സമയത്ത് ആ വെള്ളമെല്ലാം കൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വെള്ളം അധികം ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിനി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് നമ്മൾ എടുത്ത് എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് അടിക്കുന്ന ഭാഗമാണ് നമ്മൾ അടുത്തായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളൊരു 100 മരമൊക്കെ വെട്ടിയതിന് ശേഷം ഒരു 5-8 ഷീറ്റ് വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കുന്നത്. ആദ്യമായിട്ട് വെട്ടുന്നതുകൊണ്ട് 2 വർഷം കൂടിക്കൊണ്ട് വെട്ടുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ പാലും ഷീറ്റും ഒക്കെ കിട്ടുന്നത്. നല്ല ഉറപ്പുള്ള പാലാണ്. ഇതൊക്കെ നമ്മൾ നല്ല ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ അരിച്ചെടുക്കണം. അല്ലെങ്കിൽ കരടും പൊടിയൊക്കെ ഈ ഷീറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്താൽ വില കിട്ടത്തില്ല. അപ്പം ഷീറ്റ് നല്ല തെളിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് പറമ്പിൽ വെച്ചിരിക്കുന്ന 2 റബ്ബർ മെഷീനാണുള്ളത്. ഒന്ന് നമ്മൾ ഇത് നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണുള്ളത്. ഇത് തന്നെ നമുക്ക് അടുത്ത് അടിക്കാൻ പറ്റും. കൈകൊണ്ട് തന്നെ കറക്കി വിട്ടതിന് ശേഷം നമ്മൾ ഷീറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റും. പിന്നെ ഷീറ്റ് അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല ലെവലിൽ വെച്ച് കൊടുക്കണം. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷീറ്റിനൊരു ഭംഗി കാണൂല. നല്ല ലെവലൊക്കെ തെറ്റി ഒരു വശം കൂടി ഒരു വശം കുറഞ്ഞും ഒക്കെ ഇരിക്കും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ മെഷീൻ ഇടയ്ക്ക് വെച്ചിടുന്നത്. അപ്പം സഹായി ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെഷീൻ അത് കറക്കി അങ്ങ് വിട്ടതിന് ശേഷം ഈ ഷീറ്റ് വെച്ചം കൊടുക്കും. ഇത് നമ്മളൊരു 3-4 പ്രാവശ്യം ഇതിൻ്റെ കനം മുകളിൽ നമ്മളിൻ്റെ റോളർ മുറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൽചക്രവും അതിനുള്ള ചക്രങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഓരോ പ്രാവശ്യവും താത്തി എടുത്ത് പ്രസ് ചെയ്ത് ഏറ്റവും കട്ടി കുറഞ്ഞ് വരുന്നോടം വരെയും ഇതിനെ നമ്മൾ പിരിക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ കട്ടി നമ്മളിത് കുറച്ചുകൊണ്ടിരിക്കും. ഈ കാണുന്ന പോലെയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ശരിക്കും കട്ടി കുറഞ്ഞ് വരുന്നോടം വരെയും നമുക്ക് ഇതിങ്ങനെ ചുറ്റിച്ച് നമുക്ക് ഇതിൻ്റെ കട്ടി കുറച്ച് നല്ല നൈസായിട്ടാണ്. എങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കടുത്ത് അച്ച് പതിക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊരു 5-8 ഷീറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ശരിക്കും അതിനെ നമ്മൾ കറക്കി അത് നല്ല പ്രസ് ചെയ്ത് അതിനകത്തൊരു ജലാംശമുണ്ട്. ആ വെള്ളം മുഴുവൻ ഇത് കറക്കുന്ന സമയത്ത് അത്രയും കനത്തിന് കണ്ടതെല്ലാം
വെള്ളമാണ്. ആ വെള്ളമെല്ലാം നമ്മൾ കറക്കി പ്രസ് ചെയ്ത് നമ്മൾ കളയുവാണ്. ഷീറ്റിൻ്റെ കട്ടി കുറച്ച് ഇതുപോലെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമുക്ക് ഇതിൻ്റെ കണ്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടി കുറഞ്ഞ് വരും. ഒരു ഷീറ്റ് ഏകദേശം ഒരു 5 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ റോളറിൽ കൂടി കയറ്റി വിട്ട് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കട്ടി കുറഞ്ഞ് വരും. നല്ല കട്ടി കുറഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ അടുത്തിരിക്കുന്ന മെഷീനിലുള്ള അച്ച് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ കറക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഷീറ്റുകളെല്ലാം ഭംഗിയായ രീതിയിൽ നമുക്കിതുപോലെ അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. റബ്ബർ അടിക്കുക, നാടൻ ഭാഷയിൽ ഇത് റബ്ബർ അടിക്കുക എന്ന് പറയും. അപ്പം ഇതുപോലെയാണ് നമ്മൾ റബ്ബർ അടിക്കുന്നതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകളിൽ പിന്നെ മോട്ടർ ഫിറ്റ് ചെയ്ത റബ്ബർ മെഷീനൊക്കെ വരുന്നുണ്ട്. ഇതിപ്പം നമ്മൾ പഴയകാല ടൈപ്പിലുള്ളൊരു മെഷീനാണ്. ഒരാൾ സഹായത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കണം, എങ്കിലേ നമുക്ക് ഇതിനകത്ത് ഇത് പ്രസിദ്ധിയാക്കാം. ഇതിനിപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അച്ചാണ്. കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ മുറുക്കി വെക്കണം അച്ച്. ആ മുറുക്കി വെച്ച് കഴിഞ്ഞാൽ റബ്ബറിൻ്റെ 2 സൈഡിലായിട്ട് 2 ഡിസൈൻ. ഒരു സൈഡിൽ ഇടത്ത് വശത്തേക്കുള്ള വരയാണ് വീഴുന്നത്, മറുവശത്ത് വരുമ്പോഴത്തേക്ക് വലതുവശത്തേക്കുള്ള വര വീഴും. അങ്ങനെ 2 വശവും കൂടെ ഈ അച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ വെയിലത്തിടുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ പുകപ്പരയിലിടുന്ന സമയത്ത് ശരിക്കും ഷീറ്റ് തെളിഞ്ഞ് വരുന്നത് അല്ലെങ്കിൽ നല്ല ഉണങ്ങി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് മറുവശം കാണത്തക്ക രീതിയിൽ അത്രയും നൈസായിട്ടുള്ള രീതിയിൽ ശരിക്കും ഉണങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ല ഉണങ്ങി വന്നെങ്കിൽ മാത്രമേ നല്ല എ ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞ് നല്ല വില കിട്ടത്തുള്ളൂ. കരടും പൊടി ഉണ്ടാകരുത് എന്നുള്ള നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ അച്ച് മെഷീനിൽ വെച്ചിട്ട് ശരിക്കും പ്രസ് ചെയ്ത് കറക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നല്ല ഡിസൈന്, നല്ല കാണാനായിട്ട് നല്ല ഭംഗി, നല്ല ഡിസൈനിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ മെഷീനിൽ കൂടി, ഈ അച്ച് മെഷീനിൽ കൂടി നമ്മൾ കയറ്റി വിടുന്നത്. ഇത് കറക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബലം പ്രയോഗിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ 2 സൈഡിലും ഡിസൈന് വരുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രസ് ചെയ്യേണ്ടി വരും. നമ്മളപ്പുറം വെള്ളം കളയാൻ വേണ്ടിയിട്ട് പീച്ചിയെടുത്ത് അല്ലെങ്കിൽ പരത്തിയെടുത്ത അതിനേക്കാളും ലോഡ് കൂടുതലാണ് ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്യുന്നത്. ഇത് ഒറ്റ പ്രാവശ്യമാണ് നമ്മൾ ഈ റബ്ബർ മെഷീനിൽ ഈ അച്ച് പതിപ്പിക്കുക, ഒറ്റ പ്രാവശ്യം നമുക്ക് പതിപ്പിക്കാൻ പറ്റില്ല. അത് നമ്മൾ ശരിക്കും മെഷീൻ്റെ റോളറുകൾ തമ്മിൽ ചേർന്ന് വന്നിരുന്നിട്ട് ഒരു കടലാസ് കനത്തിൽ മാത്രമുള്ള ഗ്യാപ്പാണ് വരുന്നത്. ബാക്കിയെന്ന് പറഞ്ഞാൽ മെഷീൻ്റെ ലൂസ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അച്ച് ശകലം പൊങ്ങിക്കൊടുക്കും, റോളർ ശകലം പൊങ്ങിക്കൊടുക്കും. അങ്ങനെ പൊങ്ങിക്കൊടുക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ മുറുക്കി വെച്ചതിന് ശേഷം കറക്കി കഴിഞ്ഞാൽ നല്ല ബലമാണ്. നമുക്ക് ഈ കറക്കുന്ന ഈ മെഷീൻ്റെ ഈ ഹാൻഡിൽ അല്ലെങ്കിൽ ഈ റോളറിന് ഇറങ്ങിന് നല്ലൊരു ബലമാണ്. അപ്പോൾ ശരിക്കും നമ്മളിതുപോലെ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് ശരിയായിട്ടുള്ളൊരു അച്ച് വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അച്ചൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മൾ അച്ചെല്ലാം വരുത്തി എല്ലാം അടിച്ച് തീർത്തിട്ടുണ്ട്. ഏകദേശം നമ്മളെല്ലാ ഷീറ്റിലെല്ലാം കൊണ്ടുവന്നിട്ടുള്ള അതിനകത്ത് നിന്ന് വെള്ളം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. വെള്ളം താഴത്തേക്ക് വീണ് കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 2 ദിവസവും കൊണ്ട് ഇത് ഏകദേശം വാടി വരും. 2 ദിവസം കൊണ്ടൊക്കെ വാടി വരുള്ളൂ. നിറമൊക്കെ വാടി വരണം. ഈ ഇതുള്ള വെള്ളം വീണോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം ഈ റബ്ബറിനകത്തുനിന്ന് വെള്ളം എവിടുന്നോ വെള്ളം വന്ന് ഇതിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞ റബ്ബറാണ് നമ്മൾ ഈ കാണുന്നത്. എങ്ങനെയുണ്ട് ആ മഞ്ഞ കളർ കണ്ടോ, ഉണങ്ങി വരുന്നതനുസരിച്ച്. അപ്പോൾ കൂടുതൽ ഉണങ്ങി വരുന്നതനുസരിച്ച് ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ബ്യൂട്ടി ആവും. അതാണ് ഈ റബ്ബറിൻ്റെ പണി നമ്മൾ